ബാറോസ് ബാറോസ് എങ്ങനെയുണ്ട് ബാറോസ്? ഇന്ന് തിയേറ്റർ റിലീസാണ് ബാറോസ്. നമ്മുടെ മോഹൻലാലിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം സിനിമ ഇന്ന് റിലീസാണ്. അപ്പോൾ ഇന്ന് 9:30 ഷോയ്ക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സിനിമയുടെ പ്രീമിയർ ഷോ ഒക്കെ ഇന്നലെ പിന്നെന്താ പറയുക, ചെന്നൈയിൽ ഇന്നലെ പ്രീമിയർ ഷോ ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ വിജയ് സേതുപതി, മണിരത്നം, പ്രണവ് മോഹൻലാൽ ഇവരൊക്കെ സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളത് അവരുടെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അതെങ്ങനെയാന്നുള്ളത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. അതിനു മുമ്പേ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമ ബാറോസ് അല്ലാതെ ഹിന്ദിയിൽ നിന്നും മറ്റേ ബേബി ജോൺ ഉണ്ട്. ബേബി ജോൺ നമ്മുടെ തെറി, അതായത് നമ്മുടെ ദളപതി വിജയുടെ തെറി എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആയിരുന്ന ബേബി ജോൺ റീമേക്കാണ്, ഒഫീഷ്യൽ ഹിന്ദി റീമേക്കാണ് ബേബി ജോൺ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട്, ഹിന്ദി സിനിമയാണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബാറോസും അതുപോലെ തന്നെ ബേബി ജോണാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കാര്യങ്ങൾ, ഇവരുടെ റിവ്യൂ എന്താണെന്ന് നോക്കാം. അതിൽ ഒരാൾ പറഞ്ഞ സംഭവം വായിക്കാം. ഒരു മഹാനടൻ സംവിധാനം ചെയ്താൽ എങ്ങനെയുണ്ടാവും? അത് കാണാനാണ് വന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ ഫലവത്തായി. പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്, എന്നാൽ മുതിർന്നവർക്കും കാണാൻ പറ്റിയ സിനിമ. കുട്ടികൾ കൂടുതൽ ആസ്വദിക്കും. 3D ഗംഭീരം, ഒപ്പം ക്യാമറ വർക്കും സംഗീതവും ഒരു സന്ദേശവുമുണ്ട് സിനിമയിൽ. അതെനിക്ക് ഏറെ ഇഷ്ടമായി. ഈ പ്രിവ്യൂ ഷോ കണ്ട ഒരാൾ പറഞ്ഞ ഡയലോഗാണ്. കുട്ടികൾക്ക് ഒരു ആഘോഷമായിരിക്കും, കുടുംബങ്ങൾക്കും കാണാം. ഒരു ഹോളിവുഡ് മൂവി കണ്ടതുപോലെ. മറ്റൊരാൾ പറയുന്നു, ഒരു ഹോളിവുഡ് മൂവി കണ്ടതുപോലെ. ഇന്ന് ഞാൻ കാണാൻ പോവുകയാണ്, എക്സൈറ്റ്മെൻ്റ് ആണ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ആ 3D എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാനാണ് മെയിനായിട്ടുള്ള സംഭവം എന്നുള്ളത്. ഇതിൽ സിനിമാ നടി രോഹിണിയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കിയാൽ, കഥ, ക്യാമറ എല്ലാം മികച്ചത്, ഗംഭീര സിനിമ, അത്ഭുതകരമായ 3D ആണ് ചിത്രത്തിലേത്. രോഹിണിയുടെ അഭിപ്രായം ഇതാണ്, രോഹിണിയുടെ അഭിപ്രായമായിട്ട് വന്നുള്ളത്. അപ്പം വിജയ് സേതുപതി പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ, 3D എഫക്റ്റ് എല്ലാം നമുക്ക് നന്നായി ഇഷ്ടപ്പെടും. കുടുംബത്തോടെ വന്ന് കാണാൻ പറ്റിയ സിനിമ. വിജയ് സേതുപതി പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്, ബാറോസ് എന്ന സിനിമ നിർമ്മിക്കുന്നത്. മൈഡിയർ കുട്ടിച്ചാത്തന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനെ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി മോഹൻലാലാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ നാദസ്വരമാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികൾ കുറഞ്ഞ താരങ്ങളെ മലയാളികൾ അഭിനയിക്കുന്നുള്ളൂ. കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും സിനിമയിൽ അഭിനയിക്കുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. വ്യത്യസ്തമായ ലുക്കുകളിൽ ആ മൊട്ടയടിച്ച ലുക്കൊക്കെ ഒരു കോമാളി വേഷത്തിലായി പോകരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ട്രോൾ കണ്ടന്റ് ആവരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും സിനിമ 9:30 ഷോയ്ക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു റിവ്യൂ ഒരു 1:30 ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയുടെ ബാറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗാമ ട്രഷർ ജിജോ പുന്നൂസിൻ്റെ ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ആന്റണി പെരുമ്പാവൂരാണ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അത് പറയാൻ മതി, സന്തോഷ് ശിവനാണ് സിനിമാറ്റോഗ്രാഫി. അടിപൊളി തന്നെയായിരിക്കും ഒക്കെ. അപ്പോൾ ഇന്ന് 2 മണിക്കൂറും 34 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇന്നലത്തെ പ്രിവ്യൂ ഷോയിൽ അത്യാവശ്യം നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് കാണാൻ പോകുന്നത്. എന്തായാലും ഒരു 3D വിസ്മയമായിരിക്കും. അത് എനിക്ക് ഒരു ഒരു വിശ്വാസമുണ്ട്. 3D വിസ്മയം തന്നെയായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമകൾ ബേബി ജോണും ബാറോസും ആണ്. ബേബി ജോൺ തിയേറ്ററുകൾ കളിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ കണ്ടുപോക്കുക, എല്ലാവരും കാണുക, സിനിമകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും